ഹായ് ഫ്രണ്ട്സ്, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അരയ്ക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല. ആ സോക്ക് ചെയ്ത വെള്ളം തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ അതിലോട്ട് ചോറ് കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ 2 സ്പൂണ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. മൊത്തം അരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെ ആണല്ലോ സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുക്കുക. അപ്പോഴേക്കും എന്തായിരിക്കും, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. മാവ് പൊങ്ങി നന്നായിട്ട് വരുന്നതിനനുസരിച്ച് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, മാവൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പാത്രത്തിലൊക്കെ ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ളൊക്കെ മാവൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ ദോശയും. താങ്ക് യു.